സക്സസ് ഫയലിലേക്ക് സ്വാഗതം. 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ഒരു റിവിഷൻ പോലെയാണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ വായിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അതിനുശേഷം ആൻസർ ഹൈലൈറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, പൊന്മന അണയും പുത്തൻ അണയും പണികഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ്. പൊന്മന അണയും പുത്തൻ അണയും പണികഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ. പൊന്മന അണക്കെട്ടും പുത്തൻ അണക്കെട്ടും പണികഴിപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. സർക്കാർ സ്വകാര്യ സംയുക്ത മേഖലയിൽ കേരളത്തിൽ ആരംഭിച്ച ആദ്യത്തെ ഉൾനാടൻ തുറമുഖം. സർക്കാർ സ്വകാര്യ സംയുക്ത മേഖലയിൽ കേരളത്തിൽ ആരംഭിച്ച ആദ്യത്തെ ഉൾനാടൻ തുറമുഖമാണ് നാട്ടകം. ഏറ്റവും കുറവ് കൈത്തറി സഹകരണ സംഘങ്ങളുള്ള ജില്ല. ഏറ്റവും കുറവ് കൈത്തറി സഹകരണ സംഘങ്ങളുള്ള ജില്ലയാണ് വയനാട്. വസീറിന്റെ സാമ്പത്തിക അധികാരങ്ങൾ എടുത്തുമാറ്റിയ മുഗൾ ചക്രവർത്തി. വസീറിന്റെ സാമ്പത്തിക അധികാരങ്ങൾ എടുത്തുമാറ്റിയ മുഗൾ ചക്രവർത്തിയാണ് അക്ബർ. മുല്ലപ്പൂവിന്റെ ഗന്ധമുള്ള എസ്റ്റർ. മുല്ലപ്പൂവിന്റെ ഗന്ധമുള്ള എസ്റ്റർ ആണ് ബെൻസൈൽ അസറ്റേറ്റ്. ബെൻസൈൽ അസറ്റേറ്റ്. രക്തം കട്ടപിടിച്ച ശേഷം ഊറി വരുന്ന ദ്രാവകം. രക്തം കട്ടപിടിച്ചതിനു ശേഷം ഊറി വരുന്ന ദ്രാവകമാണ് സീറം. സൗരകേന്ദ്ര സിദ്ധാന്തം പ്രതിപാദിക്കുന്ന കോപ്പർനിക്കസിന്റെ കൃതി. സൗരകേന്ദ്ര സിദ്ധാന്തം പ്രതിപാദിക്കുന്ന കോപ്പർനിക്കസിന്റെ കൃതിയാണ് ഡി റെവല്യൂഷനിബസ് ഓർബിയം സെലസ്റ്റിയം. ഡി റെവല്യൂഷനിബസ് ഓർബിയം സെലസ്റ്റിയം. നോവലിലും ചെറുകഥയ്ക്കും നാടകത്തിനും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ആദ്യ സാഹിത്യകാരൻ. നോവലിനും ചെറുകഥയ്ക്കും നാടകത്തിനും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ആദ്യത്തെ സാഹിത്യകാരനാണ് MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായർ. രാഷ്ട്രപതിയുടെ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം നേടിയ ആദ്യ മലയാളി. രാഷ്ട്രപതിയുടെ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളിയാണ് VR പ്രബോധചന്ദ്രൻ നായർ. VR പ്രബോധചന്ദ്രൻ നായർ. ആറ്റം സിദ്ധാന്തം ജോൺ ഡാൾട്ടൺ അവതരിപ്പിച്ച പുസ്തകം. ആറ്റം സിദ്ധാന്തം ജോൺ ഡാൾട്ടൺ അവതരിപ്പിച്ച പുസ്തകം എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി. എ ന്യൂ സിസ്റ്റം ഓഫ് കെമിക്കൽ ഫിലോസഫി. പാലുണ്ണിക്ക് കാരണമായ വൈറസ്. പാലുണ്ണിക്ക് കാരണമായ വൈറസ് മൊളുസ്കം കണ്ടേജിയോസം. മൊളുസ്കം കണ്ടേജിയോസം. ആരിൽ നിന്നാണ് ഫ്രഞ്ചുകാർ മയ്യഴി പിടിച്ചെടുത്തത്? ആരിൽ നിന്നാണ് ഫ്രഞ്ചുകാർ മയ്യഴി പിടിച്ചെടുത്തത്? കടത്തനാട്ട് രാജ. കടത്തനാട്ട് രാജയിൽ നിന്നുമാണ് ഫ്രഞ്ചുകാര് മയ്യഴി പിടിച്ചെടുത്തത്. ഔറംഗസീബ് എവിടെയാണ് 1666 ശിവജിയെ തടവിൽ പാർപ്പിച്ചത്? ഔറംഗസീബ് എവിടെയാണ് 1666 ശിവജിയെ തടവിൽ പാർപ്പിച്ചത്? ആഗ്രയിലാണ്. ആഗ്ര. പക്ഷി നിരീക്ഷകനും ശാസ്ത്ര ഗവേഷകനുമായിരുന്ന മുഗൾ ചക്രവർത്തി. പക്ഷി നിരീക്ഷകനും ശാസ്ത്ര ഗവേഷകനുമായിരുന്ന മുഗൾ ചക്രവർത്തി ജഹാംഗീർ. ഭരണാധികാരികളുടെ എണ്ണം ഏറ്റവും കുറഞ്ഞ സുൽത്താനേറ്റിലെ വംശം ഏതാണ്? ഭരണാധികാരികളുടെ എണ്ണം ഏറ്റവും കുറഞ്ഞ സുൽത്താനേറ്റിലെ വംശം ലോധി വംശമാണ്. ലോധി വംശം. ആദ്യ ഗ്രന്ഥത്തെ സിഖ് മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥമായി പ്രഖ്യാപിച്ചത്. ആദ്യ ഗ്രന്ഥത്തെ സിഖ് മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥമായി പ്രഖ്യാപിച്ചത് ഗുരു ഗോബിന്ദ് സിംഗ് ആണ്. ഗുരു ഗോബിന്ദ് സിംഗ്. തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ആദ്യ രാജ്യം. തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ആദ്യത്തെ രാജ്യമാണ് ഫ്രാൻസ്. കാങ്കർ താഴ്വര ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? കാങ്കർ താഴ്വര ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. ഛത്തീസ്ഗഡ്. 1853 ഉത്രം തിരുനാളിന്റെ തുണയോടെ കേരളോദയം പ്രസ്താവിച്ചത് ആര്? 1853 ഉത്രം തിരുനാളിന്റെ തുണയോടെ കേരളോദയം പ്രസ്താവിച്ചത് ഈശ്വരപിള്ള വിചാരിപ്പുകാരാണ്. ഈശ്വരപിള്ള വിചാരിപ്പുകാർ. ബഹിരാകാശത്ത് വെച്ച് സംസാരിച്ച ആദ്യത്തെ റോബോട്ടായ കിറോബോ നിർമ്മിച്ച രാജ്യം.
ബഹിരാകാശത്ത് വെച്ച് സംസാരിച്ച ആദ്യത്തെ റോബോട്ടായ കിറോബോ നിർമ്മിച്ച രാജ്യം ജപ്പാനാണ്. ജപ്പാൻ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവം കരളാണ്. കരൾ. 1766 മലബാർ ആക്രമിച്ച ഹൈദർ അലിക്ക് സഹായം നൽകിയ വടക്കേ മലബാറിലെ ഭരണാധികാരി. 1766 മലബാർ ആക്രമിച്ച ഹൈദർ അലിക്ക് സഹായം നൽകിയ വടക്കേ മലബാറിലെ ഭരണാധികാരിയാണ് ആലി രാജ. ആലി രാജ. ഹയോയിഡ് അസ്ഥി ശരീരത്തിൽ എവിടെയാണ് കാണപ്പെടുന്നത്? ഹയോയിഡ് അസ്ഥി ശരീരത്തിൽ എവിടെയാണ് കാണപ്പെടുന്നത്? താടിക്കും കഴുത്തിനും ഇടയിലാണ്. താടിക്കും കഴുത്തിനും ഇടയിൽ. ജ്ഞാനപീഠ പുരസ്കാര നിർണയവുമായി ബന്ധപ്പെട്ട ഉന്നതതല സമിതി. ജ്ഞാനപീഠ പുരസ്കാര നിർണയവുമായി ബന്ധപ്പെട്ട ഉന്നതതല സമിതിയാണ് പ്രവര പരിഷത്ത്. പ്രവര പരിഷത്ത്. പ്രവര പരിഷത്തിന്റെ ആദ്യത്തെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇലക്ട്രോണുകളുടെ കണ്ടുപിടുത്തത്തിന് ജെ തോംസൺ നോബൽ സമ്മാനത്തിന് അർഹനായ വർഷം. ഇലക്ട്രോണുകളുടെ കണ്ടുപിടുത്തത്തിന് ജെ തോംസൺ നോബൽ സമ്മാനത്തിന് അർഹനായ വർഷം 1906 ആണ്. 1906. ഹൈഡ്രജൻ ജ്വലിച്ചു തീർന്ന നക്ഷത്രങ്ങൾ മൃതപ്രായമാകുന്ന അവസ്ഥ. ഹൈഡ്രജൻ ജ്വലിച്ചു തീർന്ന നക്ഷത്രങ്ങൾ മൃതപ്രായമാകുന്ന അവസ്ഥയാണ് കറുത്ത കുള്ളൻ എന്ന് അറിയപ്പെടുന്നത്. കറുത്ത കുള്ളൻ. കുടുംബ കോടതി എന്ന ആശയം ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. കുടുംബ കോടതി എന്ന ആശയം ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ചത് ദുർഗാബായ് ദേശ്മുഖ് ആണ്. ദുർഗാബായ് ദേശ്മുഖ്. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായിരുന്ന സ്വാമി സത്യവ്രതന്റെ പൂർവാശ്രമത്തിലെ പേര്. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായിരുന്ന സ്വാമി സത്യവ്രതന്റെ പൂർവാശ്രമത്തിലെ പേര് ചങ്ങനാശ്ശേരി അയ്യപ്പൻ പിള്ള എന്നാണ്. ചങ്ങനാശ്ശേരി അയ്യപ്പൻ പിള്ള. ബാലനടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആദ്യമായി നേടിയത്. ബാലനടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആദ്യമായിട്ട് നേടിയത് ബേബി സുമതിയാണ്. ബേബി സുമതി. ഇതിഹാസ ഫുട്ബോൾ താരം ഡീഗോ മറഡോണ ഏത് രാജ്യക്കാരനാണ്? അർജന്റീന. RH നെഗറ്റീവായ മാതാവ് RH പോസിറ്റീവ് ആയ രക്തമുള്ള കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ. RH നെഗറ്റീവായ മാതാവ് RH പോസിറ്റീവ് ആയ രക്തമുള്ള കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫെറ്റാലിസ്. എറിത്രോബ്ലാസ്റ്റോസിസ് ഫെറ്റാലിസ്. 1960 മുതൽ 1970 വരെ ഗുജറാത്തിന്റെ തലസ്ഥാനമായിരുന്ന നഗരം. 1960 മുതൽ 70 വരെ ഗുജറാത്തിന്റെ തലസ്ഥാനമായിരുന്ന നഗരമാണ് അഹമ്മദാബാദ്. ഒരേ സമയം പോപ്പും രാജാവുമായ മുഗൾ ചക്രവർത്തി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. ഒരേ സമയം പോപ്പും രാജാവുമായ മുഗൾ ചക്രവർത്തി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് അക്ബറാണ്. മാതൃമരണ നിരക്ക് ഏറ്റവും ഉയർന്ന വൻകര ആഫ്രിക്ക. വളരെ നേർത്ത ധമനികളെയും സിരകളെയും പറയുന്ന പേര് ലോമികകൾ. വളരെ നേർത്ത ധമനികളെയും സിരകളെയും പറയുന്ന പേരാണ് ലോമികകൾ. 1657 അമ്പഴക്കാട്ട് പ്രസ് തുടങ്ങിയ പാദ്രി. 1657 അമ്പഴക്കാട്ട് പ്രസ് തുടങ്ങിയ പാദ്രി ഇഗ്നേഷ്യസ് പാദ്രിയാണ്. ഇഗ്നേഷ്യസ് പാദ്രി. ഡോഗ് സ്റ്റാർ എന്ന പേരിലും അറിയപ്പെടുന്ന നക്ഷത്രം. ഡോഗ് സ്റ്റാർ എന്ന പേരിലും അറിയപ്പെടുന്നത് സിറിയസ് ആണ്. സിറിയസ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈം ആണ് ത്രോംബോകൈനേസ്. ത്രോംബോകൈനേസ്. 1857 വിപ്ലവകാലത്ത് മണിറാം ദത്ത എവിടെയാണ് പ്രവർത്തനം നടത്തിയത്? 1857 വിപ്ലവകാലത്ത് മണിറാം ദത്ത എവിടെയാണ് പ്രവർത്തനം നടത്തിയത്? ആസമിലാണ്. കുത്തബ്ദിൻ ഐബക്കും ഇൽത്തുമിഷും ഏത് ശില ഉപയോഗിച്ചാണ് കുത്തബ് മിനാർ നിർമ്മിച്ചത്? ചുവന്ന മണൽക്കല്ല്. മഞ്ഞപ്പനി പരത്തുന്ന കൊതുകിനം. മഞ്ഞപ്പനി പരത്തുന്ന കൊതുകിനം ഈഡീസ് ഈജിപ്തി ആണ്. ഈഡീസ് ഈജിപ്തി.
മഞ്ഞപ്പനിക്ക് കാരണമായ വൈറസ് ആർബോ വൈറസ് ആണ്. ആർബോ വൈറസ്. 7 പോറ്റി ബ്രാഹ്മണർ, ഒരു നായർ ജന്മി രാജാവ്, ഇങ്ങനെ 9 പേർ അടങ്ങിയ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണസമിതി അറിയപ്പെട്ടിരുന്ന പേര് എട്ടര യോഗം എന്നാണ്. 7 പോറ്റി ബ്രാഹ്മണർ, ഒരു നായർ ജന്മി രാജാവ്, ഇങ്ങനെ 9 പേർ അടങ്ങിയ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണസമിതി അറിയപ്പെട്ടിരുന്ന പേര് എട്ടര യോഗം. പുത്തൻ എന്ന നാണയം ഉപയോഗത്തിലുണ്ടായിരുന്ന നാട്ടുരാജ്യം. പുത്തൻ എന്ന നാണയം ഉപയോഗത്തിലുണ്ടായിരുന്ന നാട്ടുരാജ്യം കൊച്ചിയാണ്. കൊച്ചി. പാലിയം സത്യാഗ്രഹത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ വന്ന ഏത് നേതാവിനെയാണ് കൊച്ചി സർക്കാർ തടഞ്ഞത്? പാലിയം സത്യാഗ്രഹത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ വന്ന ഏത് നേതാവിനെയാണ് കൊച്ചി സർക്കാർ തടഞ്ഞത്? AK ഗോപാലനെയാണ്. ഏത് രാജ്യത്താണ് സൈനിക അട്ടിമറി ശ്രമങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ സൈന്യം 1988 ഓപ്പറേഷൻ കാക്ടസ് നടത്തിയത്? മാലദ്വീപിലാണ്. മാലദ്വീപ്. ഇന്ത്യ ആദ്യമായി ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ച വർഷം. ഇന്ത്യ ആദ്യമായി ടെസ്റ്റ് ക്രിക്കറ്റ് കളിച്ചത് 1932 ഇന്ത്യയിൽ ആദ്യമായി ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം നടന്ന വർഷം 1933 ഇന്ത്യ ആദ്യമായി ഏകദിന ക്രിക്കറ്റ് മത്സരം കളിച്ച വർഷം 1974. ഇന്ത്യ ആദ്യമായിട്ട് ഏകദിന ക്രിക്കറ്റ് മത്സരം കളിച്ച വർഷം 1974. വിധവ സ്വമേധയാ ആഗ്രഹിക്കാത്ത പക്ഷം സതി അനുഷ്ഠാനം നടത്തുന്നത് വിലക്കിയ മുഗൾ ചക്രവർത്തി. വിധവ സ്വമേധയാ ആഗ്രഹിക്കാത്ത പക്ഷം സതി അനുഷ്ഠാനം നടത്തുന്നത് വിലക്കിയ മുഗൾ ചക്രവർത്തി അക്ബറാണ്. ആരെയാണ് ഇൽത്തുമിഷ് തന്റെ പിൻഗാമിയായിട്ട് നിശ്ചയിച്ചിരുന്നത്? റസിയ ബീഗത്തിനെയാണ്. റസിയ ബീഗം. ഇൽത്തുമിഷിന് തൊട്ടു പിന്നാലെ ഡൽഹി സുൽത്താനായതാര്? രുക്നുദ്ദീൻ ഫിറോസ് ആണ്. രുക്നുദ്ദീൻ ഫിറോസ്. ഇൽത്തുമിഷിന് തൊട്ടു പിന്നാലെ ഡൽഹി സുൽത്താനായത് റുക്നുദ്ദീൻ ഫിറോസ് ആണ്. റുക്നുദ്ദീൻ ഫിറോസ്. വസൂരി ബാധിച്ച് മരണപ്പെട്ട സിഖ് ഗുരു. വസൂരി ബാധിച്ച് മരണപ്പെട്ട സിഖ് ഗുരുവാണ് ഹർകിഷൻ. ഹർകിഷൻ. പഞ്ചരത്ന കീർത്തനങ്ങളുടെ ഉപജ്ഞാതാവ്. പഞ്ചരത്ന കീർത്തനങ്ങളുടെ ഉപജ്ഞാതാവ് ത്യാഗരാജ സ്വാമികളാണ്. ത്യാഗരാജ സ്വാമികൾ. വർക്കല തുരുപ്പ് ഏത് രാജാവിന്റെ കാലത്ത് നിർമ്മിച്ചതാണ്? വർക്കല തുരുപ്പ് ആയില്യം തിരുനാളിന്റെ കാലത്ത് നിർമ്മിച്ചതാണ്. ആയില്യം തിരുനാൾ. മൂത്രത്തിൽ ആൽബുമിന്റെ സാന്നിധ്യം കണ്ടെത്താൻ നടത്തുന്ന ടെസ്റ്റ്. മൂത്രത്തിൽ ആൽബുമിന്റെ സാന്നിധ്യം കണ്ടെത്താൻ നടത്തുന്ന ടെസ്റ്റാണ് ഹെല്ലേഴ്സ് ടെസ്റ്റ്. ഹെല്ലേഴ്സ് ടെസ്റ്റ്. തേനിന്റെ ഗന്ധമുള്ള എസ്റ്റർ. തേനിന്റെ ഗന്ധമുള്ള എസ്റ്റർ മീഥൈൽ ഫിനൈൽ അസറ്റേറ്റ്. മീഥൈൽ ഫിനൈൽ അസറ്റേറ്റ്. റിലാക്സിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. റിലാക്സിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ഗർഭാശയമാണ്. 1934 ചന്ദ്രിക പത്രം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത് എവിടെ നിന്നാണ്? തലശ്ശേരിയാണ്. തലശ്ശേരി. 1934 ചന്ദ്രിക പത്രം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത് തലശ്ശേരിയിൽ നിന്നാണ്. ചെമ്മീൻ സിനിമയിലെ പ്രശസ്തമായ മാനസമൈനെ വരൂ എന്ന ഗാനം ആലപിച്ചത് ആരാണ്? മന്നാടെയാണ്. മന്നാടെ. കേരളം പ്രശ്നങ്ങളും സാധ്യതകളും എന്ന പുസ്തകം രചിച്ച കേരള മുഖ്യമന്ത്രി. കേരളം പ്രശ്നങ്ങളും സാധ്യതകളും എന്ന പുസ്തകം രചിച്ച കേരള മുഖ്യമന്ത്രി സി അച്യുതമേനോനാണ്. സി അച്യുതമേനോൻ. ഇരണിയൽ ശാസനവുമായി ബന്ധപ്പെട്ട സാമൂഹിക അനാചാരം. ഇരണിയൽ ശാസനവുമായി ബന്ധപ്പെട്ട സാമൂഹിക അനാചാരം പുല്ലപ്പടിയാണ്. പുല്ലപ്പടി അല്ലെങ്കിൽ മണ്ണാപ്പേടി എന്ന് പറയുന്നതാണ് ഇരണിയൽ ശാസനവുമായിട്ട് ബന്ധപ്പെട്ട സാമൂഹിക അനാചാരം. ഡെക്കാൻ പീഠഭൂമിയിലെ പ്രധാന കാർഷിക വിള. ഡെക്കാൻ പീഠഭൂമിയിലെ പ്രധാന കാർഷിക വിള പരുത്തിയാണ്. പരുത്തി. ഒറിയ ഭാഷയുടെ പേർ ഒഡിയ എന്ന് മാറ്റിയ ഭരണഘടനാ ഭേദഗതി 96. ഒറിയ ഭാഷയുടെ പേര് ഒഡിയ എന്നാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 96. വ്യക്തമായി വായിക്കാൻ കഴിയാത്ത പഴയ രേഖകൾ വായിക്കാൻ ഉപയോഗിക്കുന്ന കിരണങ്ങൾ. ഇൻഫ്രാറെഡ് ആണ്. വ്യക്തമായി വായിക്കാൻ കഴിയാത്ത പഴയ രേഖകൾ വായിക്കാൻ ഉപയോഗിക്കുന്ന കിരണങ്ങളാണ് ഇൻഫ്രാറെഡ്.
സംസ്ഥാന മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം. സംസ്ഥാന മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 164 164. ശരീരത്തിലുണ്ടാകുന്ന അണുബാധ കാരണം വൃക്കയ്ക്കുണ്ടാകുന്ന വീക്കം. ശരീരത്തിലുണ്ടാകുന്ന അണുബാധ കാരണം വൃക്കയ്ക്കുണ്ടാകുന്ന വീക്കമാണ് നെഫ്രൈറ്റിസ്. കൊറിങ്ക വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? കൊറിങ്ക വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശ്. റിൻഡർപെസ്റ്റ് കന്നുകാലി പ്ലേഗ് എന്ന രോഗത്തിന് കാരണം. കന്നുകാലി പ്ലേഗ് എന്ന രോഗത്തിന് കാരണം വൈറസ് ആണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി ഏത്? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി വിഭജനവും അഭയാർത്ഥി പ്രവാഹവും. രാജ്ഭവന് പുറത്ത് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയ ആദ്യ കേരള മുഖ്യമന്ത്രി. രാജ്ഭവന് പുറത്ത് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയ ആദ്യ കേരള മുഖ്യമന്ത്രി. രാജ്ഭവന് പുറത്ത് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയ ആദ്യത്തെ കേരള മുഖ്യമന്ത്രി VS അച്യുതാനന്ദനാണ്. VS അച്യുതാനന്ദൻ. സംസ്ഥാന പഞ്ചായത്ത് വകുപ്പിന്റെ പ്രസിദ്ധീകരണം. സംസ്ഥാന പഞ്ചായത്ത് വകുപ്പിന്റെ പ്രസിദ്ധീകരണം പഞ്ചായത്തി രാജ് ആണ്. പഞ്ചായത്തി രാജ്. നവോത്ഥാനത്തിന്റെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്നത്. നവോത്ഥാനത്തിന്റെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്നത് മാനവികതവാദമാണ്. മാനവികതവാദം. പിതാവിന്റെ മരണത്തെ തുടർന്നല്ലാതെ സിംഹാസനസ്ഥനായ ഏക മുഗൾ ചക്രവർത്തി. പിതാവിന്റെ മരണത്തെ തുടർന്നല്ലാതെ സിംഹാസനസ്ഥനായ ഏക മുഗൾ ചക്രവർത്തിയാണ് ഔറംഗസീബ്. ക്യാൻസറിന് കാരണമാകുന്ന വൈറസുകൾ ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, ഹെർപ്പീസ് വൈറസ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, ഹെർപ്പീസ് വൈറസ്. കൊച്ചിയും തിരുവിതാംകൂറും തമ്മിൽ ശുചീന്ദ്രം ഉടമ്പടി ഉണ്ടാക്കിയ സമയത്തെ തിരുവിതാംകൂർ രാജാവ്. കൊച്ചിയും തിരുവിതാംകൂറും തമ്മിൽ ശുചീന്ദ്രം ഉടമ്പടി ഉണ്ടാക്കിയ സമയത്തെ തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജായിരുന്നു. ധർമ്മരാജ. നെറ്റിയിലെ അസ്ഥിയുടെ പേര് ഫലാസ്തി. ഫ്രോണ്ടൽ ബോൺ. ഫലാസ്തി. ഡൽഹി ആസ്ഥാനമായി ഭരണം നടത്തിയ ആദ്യ സുൽത്താൻ ആര്? ഡൽഹി ആസ്ഥാനമായി ഭരണം നടത്തിയ ആദ്യത്തെ സുൽത്താൻ ഇൽത്തുമിഷ് ആണ്. ഇൽത്തുമിഷ്. ആകാശഗംഗ ഏത് തരം ഗാലക്സിയാണ്? ആകാശഗംഗ എന്നത് ഏത് തരം ഗാലക്സിയാണ്? സ്പൈറൽ ഗാലക്സിയാണ്. സ്പൈറൽ ഗാലക്സി. ജസ്യൂട്ട് പാതിരിമാർ 1577 കേരളത്തിൽ പ്രസ് തുടങ്ങിയ സ്ഥലം. ജസ്യൂട്ട് പാതിരിമാർ 1577 കേരളത്തിൽ പ്രസ് തുടങ്ങിയത് വൈപ്പിനിലാണ്. വൈപ്പിൻ. സർക്കാർ അഞ്ചൽ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ രാജാവ്. സർക്കാർ അഞ്ചൽ പൊതുജനങ്ങൾക്കും ഉപയോഗിക്കുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ രാജാവ് ആയില്യം തിരുനാളാണ്. ആയില്യം തിരുനാൾ. വിധവ പുനർവിവാഹത്തെ നിയമം കൊണ്ട് അംഗീകരിച്ച മുഗൾ ചക്രവർത്തി. വിധവ പുനർവിവാഹത്തെ നിയമം കൊണ്ട് അംഗീകരിച്ച മുഗൾ ചക്രവർത്തി അക്ബറാണ്. ചർക്ക തിരിക്കുന്ന ഗാന്ധിജിയുടെ വിഖ്യാതമായ ഫോട്ടോ എടുത്ത അമേരിക്കൻ ഫോട്ടോഗ്രാഫർ. ചർക്ക തിരിക്കുന്ന ഗാന്ധിജിയുടെ വിഖ്യാതമായ ഫോട്ടോ എടുത്ത അമേരിക്കൻ ഫോട്ടോഗ്രാഫർ മാർഗരറ്റ് ബുർക്കെ വൈറ്റ് ആണ്. മാർഗരറ്റ് ബുർക്കെ വൈറ്റ്. രക്തകോശങ്ങളുടെ എണ്ണം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഉപകരണം. രക്തകോശങ്ങളുടെ എണ്ണം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഉപകരണം ഹീമോസൈറ്റോമീറ്റർ ആണ്. ഹീമോസൈറ്റോമീറ്റർ. കുത്തബ്ദിൻ ഐബക്കിന് തൊട്ടു പിന്നാലെ ഭരണാധികാരിയായത് ആര്? കുത്തബ്ദിൻ ഐബക്കിന് തൊട്ടു പിന്നാലെ ഭരണാധികാരിയായത് ആരം ഷായാണ്. ആരം ഷാ. ആരെ സ്ഥാനഭ്രഷ്ടനാക്കിയ ശേഷമാണ് ഇൽത്തുമിഷ് ഡൽഹി സുൽത്താനായത്? ആരെ സ്ഥാനഭ്രഷ്ടനാക്കിയതിനു ശേഷമാണ് ഇൽത്തുമിഷ് ഡൽഹി സുൽത്താനായത്? ആരം ഷായാണ്. ആരം ഷാ. കർണാടക സംഗീതത്തിലെ വനിതാ ത്രിമൂർത്തികൾ. കർണാടക സംഗീതത്തിലെ വനിതാ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് DK പട്ടമാൾ, ML വസന്തകുമാരി, MS സുബ്ബലക്ഷ്മി. DK പട്ടമാൾ, ML വസന്തകുമാരി, MS സുബ്ബലക്ഷ്മി. തലയോട് ഉറപ്പിച്ചിരിക്കുന്ന നട്ടെല്ലിലെ അസ്ഥി. തലയോട് ഉറപ്പിച്ചിരിക്കുന്ന നട്ടെല്ലിലെ അസ്ഥി അറ്റ്ലസ്. 1987 ജൂൺ 1 കോഴിക്കോട്ട് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രം.
1987 ജൂൺ 1 കോഴിക്കോട്ട് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രം മാധ്യമം. ലവണജല മുതലയ്ക്ക് പ്രസിദ്ധമായ ഒഡീഷയിലെ ദേശീയോദ്യാനം. ലവണജലമുതലയ്ക്ക് പ്രസിദ്ധമായ ഒഡീഷയിലെ ദേശീയോദ്യാനമാണ് ഭിട്ടാർകനിക ദേശീയോദ്യാനം. ഭാരതീയ സങ്കല്പങ്ങളിൽ സപ്തർഷികളെ കണക്കാക്കുന്ന നക്ഷത്രക്കൂട്ടം. ആഴ്സ മേജർ ആണ്. കുറച്ചുപേരെ എല്ലാ കാലവും വിഡ്ഢികളാക്കാം, എല്ലാവരെയും കുറച്ചു കാലത്തേക്ക് വിഡ്ഢികളാക്കാം, എന്നാൽ എല്ലാവരെയും എല്ലാ കാലത്തും വിഡ്ഢികളാക്കാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞത് എബ്രഹാം ലിങ്കൺ ആണ്. 1879 സുരേന്ദ്രനാഥ് ബാനർജി സ്ഥാപിച്ച ദ ബംഗാളി എന്ന പത്രം ഏത് ഭാഷയിലായിരുന്നു? 1879 സുരേന്ദ്രനാഥ് ബാനർജി സ്ഥാപിച്ച ദ ബംഗാളി എന്ന പത്രം ഇംഗ്ലീഷ് ഭാഷയിലായിരുന്നു. ലിറ്റിൽ ലോണർ എന്നറിയപ്പെടുന്നത് ആംബർ തടാകമാണ്. മഹാരാഷ്ട്രയിലെ ആംബർ തടാകം. ബാലഗുരു എന്നറിയപ്പെട്ട സിഖ് ഗുരു ഹർഷികൻ. ബാലഗുരു എന്നറിയപ്പെട്ട സിഖ് ഗുരുവാണ് ഹർകിഷൻ. പട്ടം പറപ്പിക്കുന്ന പെൺകുട്ടി എന്ന ചിത്രം വരച്ചത് ടി കെ പത്മിനി. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിന്റെ വ്യാപാര തലസ്ഥാനം എവിടെയായിരുന്നു? മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിന്റെ വ്യാപാര തലസ്ഥാനമായിരുന്നത് മാവേലിക്കരയാണ്. 100 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. കൂടുതൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.